സോ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൻ്റെ നമ്മൾ നെക്സ്റ്റ് ഒരു മെത്തേഡ് ഓഫ് ഡ്രോയിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിന് പറയുന്ന പേരാണ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്. പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ മെത്തേഡ്. പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ട്രപ്പിസോയിഡൽ മെത്തേഡ്. നമ്മൾ ഇത്രയും ക്ലാസ്സിൽ ചെയ്തു വന്ന പ്രോബ്ലംസ് ലൈൻ റൊട്ടേഷൻ മെത്തേഡാണ്. എന്നാൽ ഇതിനകത്ത് പ്ലെയിൻ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഈ മോഡൽസിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ മെത്തേഡ് ഓഫ് ഡ്രോയിങ്ങിന് പറയുന്നതാണ് ട്രപ്പിസോയിഡൽ മെത്തേഡ് അല്ലെങ്കിൽ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്. സോ ഈ മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് പറയാം, ജസ്റ്റ് സിംപ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഒരു XY ലൈൻ വരയ്ക്കുക. ഫസ്റ്റ് XY ലൈൻ വരച്ചു. ക്വസ്റ്റ്യനകത്ത് എൻഡ് പോയിൻറ്റിൻ്റെ പൊസിഷൻസ് തന്നിട്ടുണ്ടാവും. സപ്പോസ് ഈ പോയിൻ്റ് A', ഈ പോയിൻ്റ് A, ആൻഡ് ഇവിടെ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി B', ആൻഡ് ഈ പോയിൻ്റ് B. എയും A' എപ്പോഴും സെയിം വെർട്ടിക്കൽ ലൈനിലായിരിക്കും. ബിയും B' എപ്പോഴും സെയിം വെർട്ടിക്കൽ ലൈനിൽ തന്നെയായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സിൻ്റെ ആ ഡിസ്റ്റൻസും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. അതായത് A' തമ്മിൽ ജോയിൻ ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻ XY ലൈനിൽ ടച്ച് ചെയ്യുന്ന ആ പോയിൻ്റ് മുതൽ B' ജോയിൻ ചെയ്യുന്ന ഒരു XY ലൈൻ വരയ്ക്കത്തില്ലേ, അത് XY ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സിനെയാണ് എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു എൻഡ് പോയിൻ്റാണ്, ഇതൊരു എൻഡ് പോയിൻ്റാണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണ്. സോ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റിനകത്ത് തരും. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ക്വസ്റ്റിനകത്ത് തരും. സോ നമ്മൾ എപ്പോഴാണ് ട്രപ്പിസോയിഡൽ മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ക്വസ്റ്റിനകത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടർ എന്നൊരു ടേം ക്വസ്റ്റിനകത്ത് വരികയാണെങ്കിൽ നമുക്ക് ട്രപ്പിസോയിഡൽ മെത്തേഡ് ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാം. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ലൈനിനകത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക എന്ന് നമ്മളുടെ എടുത്ത് പറയില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്. ഒന്നെങ്കിൽ നമുക്ക് ലൈൻ റൊട്ടേഷൻ മെത്തേഡ്, അതായത് കൺവെൻഷണൽ മെത്തേഡ്, നമ്മൾ ഇതുവരെ ചെയ്തു വന്ന മെത്തേഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ മെത്തേഡ്, ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്താൽ മതി. ഇന്ന മെത്തേഡാണെന്ന് അവർ എടുത്ത് പറയില്ല. ഓക്കെ, സോ ട്രപ്പിസോയിഡൽ മെത്തേഡാണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡിനേക്കാളും കുറച്ചുകൂടി എളുപ്പം. പക്ഷേ ട്രപ്പിസോയിഡൽ മെത്തേഡ് ചെയ്യണമെങ്കിൽ ഈ എൻഡ് പ്രൊജക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയണം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റിനകത്ത് A', B', A, B ഇത്രയും കാര്യങ്ങൾ തരും. നമുക്ക് A'-ഉം B'-ഉം തമ്മിൽ ജോയിൻ ചെയ്യാമെങ്കിൽ ഫ്രണ്ട് വ്യൂ കിട്ടും. അതുപോലെ AB തമ്മിൽ ജോയിൻ ചെയ്യാമെങ്കിൽ ടോപ്പ് വ്യൂ കിട്ടും. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. A', B', AB തമ്മിൽ ജോയിൻ ചെയ്യാനുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ടാവും. നമുക്കിതിനകത്തുനിന്ന് ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ കണ്ടുപിടിക്കണം. അതായത് ട്രൂ ലെങ്തിനെ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? A', B1', അല്ലെങ്കിൽ AB2. ഇതൊക്കെയായിരുന്നു നമ്മളുടെ അതിനകത്ത് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. നിങ്ങൾ പേജ് ഒന്ന് മറിച്ച് നോക്കുക. നമ്മളുടെ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിനകത്തൊക്കെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് A', B1' അല്ലെങ്കിൽ AB2 എന്നൊക്കെയായിരുന്നു നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുക, അതാണ് നമ്മളുടെ ഈ ട്രപ്പിസോയിഡൽ മെത്തേഡിനകത്തൂടെ ചെയ്യുന്നത്. സോ ട്രപ്പിസോയിഡൽ മെത്തേഡിനകത്ത് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശ്രദ്ധിക്കുക, ഈ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ A', B'-നെ ശ്രദ്ധിക്കുക. A', B' ആദ്യം എടുക്കുക. അതിനുശേഷം XY തൊട്ട്, അതായത് XY ലൈൻ തൊട്ട് ഈ A വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. അത്രയും ഡിസ്റ്റൻസ് പ്രൊട്രാക്ടർ A' വെച്ചതിന് ശേഷം 90 ഡിഗ്രിയിൽ, A' നിന്നും 90 ഡിഗ്രിയിൽ XY തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ XY തൊട്ട് A വരെ എന്ന് പറയുന്നത് 1.5 അല്ലെങ്കിൽ 15 മില്ലിമീറ്ററാണ്. സോ ഞാൻ അത്രയും ഡിസ്റ്റൻസ് XY തൊട്ട് XY അല്ല A' നിന്ന് മാർക്ക് ചെയ്തു. കണ്ടോ, ഈ ഡിസ്റ്റൻസ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. സിമിലർലി XY തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് B' നിന്നും 90 ഡിഗ്രിയിൽ വരയ്ക്കുക, അതായത് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. ഇത് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ. സോ ആ 4 സെൻറ്റിമീറ്റർ
ബി ഡാഷിൽ നിന്ന് മുകളിലോട്ട് വരയ്ക്കുക. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത് ജോയിൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ച് വേണം നെയിം ചെയ്യാൻ. എ ഡാഷിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലറിനെ ക്യാപിറ്റൽ ലെറ്റർ എ എന്നും ബി ഡാഷിൽ നിന്ന് വരച്ച പെർപെൻഡിക്കുലറിനെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്നും നെയിം ചെയ്യുക. സോ ദിസ് ഈസ് ദ ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ. ഇതാണ് ലൈനിൻ്റെ ട്രൂ ലെങ്ത്. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് എ ഡാഷ് ബി വൺ ഡാഷ് ഒക്കെ നമ്മൾ മറ്റേ പ്രോബ്ലത്തിനകത്ത് കണ്ടുപിടിച്ചതിനേക്കാളും സിമ്പിളായിട്ട് നമുക്കിതിൽ കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വരച്ചത്? എ ഡാഷ് ബി ഡാഷ് എ ബി ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റിനകത്ത് തരും. നമ്മൾ ആദ്യം എ ഡാഷ് ബി ഡാഷ് കൺസിഡർ ചെയ്യുക. എക്സ് വൈ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അത് എ ഡാഷിൽ നിന്നും പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുക. എക്സ് വൈ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അത് ബി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ കിട്ടും. ഓക്കെ, ഇനി സിമിലർലി ഇതേ പരിപാടി തന്നെ നമുക്ക് താഴെയും ചെയ്യാം. എക്സ് വൈ, ഇനി അടുത്തത് നമ്മൾ എയും ബിയും തമ്മിൽ, അല്ലെങ്കിൽ എ ബി കൺസിഡർ ചെയ്യുക. സോ എക്സ് വൈ തൊട്ട് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, എയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. എക്സ് വൈ തൊട്ട് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, ബിയിൽ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇത് തമ്മിൽ ജോയിൻ ചെയ്യാമെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് എന്നിട്ട് ഇതിനെ ക്യാപിറ്റൽ ലെറ്റർ എ എന്നും ഇതിനെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്നും നെയിം ചെയ്യുക. സോ ഇതും ലൈനിൻ്റെ ട്രൂ ലെങ്ത് ആയിരിക്കും. സോ ഈ ട്രൂ ലെങ്തും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ട്രപ്പിസോയിഡൽ മെത്തേഡ് നമ്മൾ ചെയ്യുക. സോ ട്രപ്പിസോയിഡൽ മെത്തേഡ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കുക. ക്വസ്റ്റിനകത്ത് പറയും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ്. അത് ക്വസ്റ്റിനകത്ത് തരുകയാണെങ്കിൽ ട്രപ്പിസോയിഡൽ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഇനിയിപ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ട് നിങ്ങൾക്ക് ലൈൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. പക്ഷേ എളുപ്പം ട്രപ്പിസോയിഡൽ മെത്തേഡാണ് എന്നത് ഞാൻ പറഞ്ഞോളൂ. അപ്പം നോക്കുക, എ ഡാഷ് ബി ഡാഷ് എ ബി നമ്മൾ ആദ്യം കിട്ടും നമുക്ക്. അതിനുശേഷം എ ഡാഷ് ആദ്യം കൺസിഡർ ചെയ്യുക. സോ എക്സ് വൈ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, എ ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. എക്സ് വൈ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, ബി ഡാഷിൽ നിന്നും പെർപെൻഡിക്കുലർ വരച്ചു. അതിനുശേഷം അത് തമ്മിൽ ജോയിൻ ചെയ്യുക. അതാണ് ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ. ആ സെയിം കോൺസെപ്റ്റ് താഴെയും അപ്ലൈ ചെയ്യുക. എ ബി കൺസിഡർ ചെയ്യുക. എക്സ് വൈ തൊട്ട് എ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, എയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. എക്സ് വൈ തൊട്ട് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അതേ ഡിസ്റ്റൻസ് ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ, ഇതാണ് ട്രപ്പിസോയിഡൽ മെത്തേഡ്. ഇനി ട്രപ്പിസോയിഡൽ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ട്രേസസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് വളരെ സിമ്പിളാണ്. നോക്കുക, ശ്രദ്ധിച്ചാൽ മതി. ട്രപ്പിസോയിഡൽ മെത്തേഡ് ഉപയോഗിച്ച് ട്രേസസ് കണ്ടുപിടിക്കണമെങ്കിൽ എ ഡാഷ് ബി ഡാഷിനെയും എ ബിയെയും അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. ശ്രദ്ധിച്ച്, എ ഡാഷ് ബി ഡാഷിനെ ഞാൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. സിമിലർലി എ ബിയെയും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിൻ്റാണ് എൻ്റെ വെർട്ടിക്കൽ ട്രേസ്, ക്യാപിറ്റൽ ലെറ്റർ വി ടി. അല്ലെങ്കിൽ വേറെ ഒരു പേരോടെ പറയും, എന്താണ്? സ്മോൾ ലെറ്റർ വി ടി ഡാഷ്. അതുപോലെ തന്നെ എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ എ ബിയെയും എക്സ്റ്റെൻഡ് ചെയ്ത് അത് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റാണ് ഹൊറിസോണ്ടൽ ട്രേസ്, ക്യാപിറ്റൽ ലെറ്റർ എച്ച് ടി അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എച്ച് ടി. ഓക്കെ, ഇതാണ് ട്രപ്പിസോയിഡൽ മെത്തേഡ്. ഈ ഇൻക്ലിനേഷൻ ഫൈ എന്ന് നെയിം ചെയ്യും, ഈ ഇൻക്ലിനേഷനെ തീറ്റ എന്ന് നെയിം ചെയ്യും. ഫൈ ആൻഡ് തീറ്റ. ഞാനിത് റഫായിട്ട് വരച്ചതാണ്. ആക്ച്വലി നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ എക്സ് വൈ ലൈൻ ഇങ്ങോട്ട് നീട്ടി വരച്ച് ഇവിടം വരെ എക്സ്, അതിനുശേഷം എ ബി എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്ന ആ പോയിൻറ്റിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്? സ്മോൾ ലെറ്റർ വി ടി എന്നായിരുന്നു നെയിം ചെയ്തത്. സോ വി ടിയും വി ടി ഡാഷും എപ്പോഴും സെയിം വെർട്ടിക്കൽ ലൈനിലാണ്. അതുപോലെ സ്മോൾ ലെറ്റർ എ ഡാഷ് ബി ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ്
എച്ച് ടി ഡാഷ്. സോ എച്ച് ടിയും എച്ച് ടി ഡാഷും എപ്പോഴും സെയിം വെർട്ടിക്കൽ ലൈനിലായിരിക്കും. നമുക്ക് 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇതാണ് നമ്മളുടെ ട്രപ്പീസോയിഡൽ മെത്തേഡ്.